ഹലോ ഗെയ്സ്, നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നേക്കണ ഗെയ്സ്. അപ്പം നമ്മൾ ഓറിയോ ക്യാരറ്റ് ഇട്ട് എല്ലാവരും വെറുപ്പിക്കാൻ പോകണം ഗെയ്സ്. അപ്പോൾ വെറുപ്പിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ എന്നാലും ഇങ്ങനെ പല പല ഡ്രസ്സും പല പല ക്യാരക്ടറൊക്കെ ഇട്ട് സ്കോഡ് ഫുള്ളായിട്ട് കളിക്കാൻ പോകുന്ന ഗെയിം പ്ലേ ആണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ് ചെയ്യാനും മറക്കല്ല. അപ്പം വീഡിയോ ഫുൾ ഇരുന്ന് കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഗെയ്സ്. അപ്പോൾ മാച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ലോബി എല്ലാവരും കൂടി വന്നിട്ട് തമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം ഗെയ്സ്. അപ്പം കൂടെ കളിക്കുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ ഗെയ്സ് SG ഫ്ലെയിം ബായ് ഉണ്ട്, പിന്നെ വൈറ്റ് ബായ് ഉണ്ട്, പിന്നെ മുസാം ബായ് ഉണ്ട് ഗെയ്സ്. അപ്പോൾ എന്നാൽ നമുക്ക് കളി എടുക്കാൻ പറ്റുമോ നോക്കാം. ഈ കളി ബൂയി അടിക്കുമ്പോഴാണ് സെറ്റ് ആയിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഒരു റെഡ് ക്രിമിനലൊക്കെ വന്ന് നമ്മുടെ ഇടയിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കൊള്ളാം. അപ്പം 4 ബ്ലൂ ക്രിമിനലിൻ്റെ ഇടയ്ക്ക് ഒരു റെഡ് ക്രിമിനൽ കേസ്. അപ്പം മാച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ ബെർമുഡ മാപ്പായിരുന്നു കിട്ടിയത്. അപ്പോൾ എന്നാലും പീക്കിൽ തന്നെ ഇറങ്ങി മാസ് കാണിക്കാനുള്ള പരിപാടിയാണ് കേസ്. അപ്പം പീക്കിൽ പോയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ അവന്മാരെ കൊല്ലാൻ പറ്റും നോക്കാം. അപ്പം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഹൈപ്പൊക്കെ കൊടുക്കാൻ മറക്കല്ല കേസ്. അപ്പോൾ എന്നാലും നമ്മൾ ഇതുപോലത്തെ ഫുൾ വീഡിയോ ഇനി ഇടുന്നതാണ് കേസ്. അപ്പോൾ എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ ഇതുപോലത്തെ കിടിലം പോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് കേസ്. അപ്പോൾ എന്നാലും എനിക്കിത് ശരിക്കും അറിയത്തില്ല കേസ്. വോയിസ് ഓവർ കൊടുക്കുക ഇത്ര ലോങ് വീഡിയോയ്ക്ക് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല ടാസ്ക്കുള്ള പരിപാടി. അപ്പോൾ എന്നാലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കൊടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. എന്നാലും ഫുള്ള് കണ്ടിട്ട് പോകാൻ നോക്കുക. എന്നാലും മാക്സിമം നമ്മൾ ഇത്ര എഫോർട്ട് ഇട്ട് വീഡിയോ എടുത്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കണില്ല. ഈ ഗെയിം പ്ലേ കളിച്ച് കഴിഞ്ഞാണ് നമ്മൾ വോയിസ് ഓവർ എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ആദ്യം ഒരുത്തം വന്നു അവനെ നേരെ നെക്കി പിടിച്ച് നമ്മളങ്ങ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഫിനിഷ് ആക്കി വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കില്ല് പോകാൻ ചാൻസ് ഉണ്ട്. അതിലും കഴിഞ്ഞ് നമ്മുടെ ടീമേറ്റ് നോക്കായിരുന്നു. അപ്പോൾ ടീമേറ്റും മറ്റവനെ നോക്കിയിട്ടാണ് ചത്തത്. അപ്പോൾ എന്നാൽ നമ്മൾ നേരെ ചെന്നിട്ട് റിവൈവ് ആക്കി വിടും. അപ്പോൾ തിവ എല്ലാവരും ഇട്ടിട്ടുള്ളത് കൊണ്ട് സീനില്ല. അപ്പോൾ നമ്മൾ ടീവ കൊണ്ട് അങ്ങനെ പൊക്കി വിട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുണ്ട്. അപ്പോൾ എല്ലാ ആളും പീക്കിനകത്ത് ആ വീട്ടിൽ കയറിയിട്ട് ഇനി കളിക്കാന്നുള്ള പ്ലാനിൽ നിൽക്കണം കേസ്. അപ്പോൾ എന്നാളും ലൂട്ടെല്ലാം നമ്മൾ പെറുക്കി എടുത്തിട്ട് ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കളി മതി കേസ്. അല്ലെങ്കിൽ വെറുതെ ചാവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പൊക്കി വിടാനും പറ്റും. പിന്നെ എനിമീസ് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഷോട്ട് കൊടുക്കാനും പറ്റും. എന്നാളും പൊക്കാൻ വരുമ്പോൾ ഇപ്പോൾ എൻഡിമിഷൻ്റെ അവിടെ ഇല്ല, അതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതല്ലെങ്കിൽ നമ്മളിവിടെ ഗ്ലൂട്ട് അടച്ചിട്ട് നേരെ ഇവിടെ വന്നെങ്കിൽ ഇരിക്കാന്നുള്ള പ്ലാനാണ് കേസ്. അപ്പോൾ MB40 എടുത്തു. പിന്നെ ഞാൻ ഓർത്ത് MB40 എന്തിനാ എടുക്കണം, ഈ UMP തന്നെ മതി. UMP ആണെങ്കിൽ ചിലപ്പം ഇച്ചിരി അഡ്വാൻറ്റേജ് ഉണ്ട് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ ഇവിടെ വന്ന് എല്ലാവരും ഒളിച്ചങ്ങ് ഇരിക്കുകയാണ് കേസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എനിമി വരുവാണെങ്കിൽ ചാടി ഓറിയോട്ട് അടിക്കാനുള്ള പ്ലാനാണ് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ വെറൈറ്റി ഒരു ചലഞ്ചിനി സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കേസ്. അപ്പോൾ ഓറിയോട്ട് നമ്മൾ കുറച്ച് ഡാമേജ് കൊടുക്കുന്നത് എല്ലാവരും ഓറിയോട്ട് വന്നു. പക്ഷേ അവൻ ചത്തില്ല കേസ്. അത് നോക്കാരം ഇവൻ്റെ ടീമേറ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേസ്. എന്നാലും ഇത് നെയ്ഡൊക്കെ വാരി എറിയുന്നു. അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ച് അങ്ങനെ നോക്കിടാൻ പറ്റും നോക്കി എന്നെ അവൻ നോക്കിയിട്ട്. അപ്പോൾ കൊള്ളാം. ടീമേറ്റിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ തീവയുണ്ട്, അതുകൊണ്ട് പിന്നെ വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ തീവയിട്ട് നേരെ പൊങ്ങിയിട്ട് ഇനിയിപ്പം വേറെയുള്ള ഇവനെ അങ്ങ് അടിച്ച് കൊന്നിട്ട് കാര്യമുള്ളൂ. ഇവനെ കൊന്നില്ലെങ്കിൽ പണി വാളാൻ ചാൻസ് ഉണ്ട് കേസ്. അപ്പോൾ അവൻ നോക്കാരം മറ്റേതിട്ട് പോയിട്ട് അവനെ നേരെ നെക്കി പിടിച്ച് നമ്മുടെ ടീമേറ്റ് കൊന്നിട്ടുണ്ട്. അപ്പോൾ അതിനാൾ നമുക്ക് ഒരു കില്ലുണ്ട്, പക്ഷേ ടീമേറ്റിനും കുറേ കില്ല് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേസ്. അപ്പം കുറച്ച് ലൂട്ടൊക്കെ പിടിക്കൊണ്ടപ്പോൾ താഴത്തോടി എടുത്ത് ഓടിപ്പോണം. അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് നേരെ പുറകെ നമ്മൾ ഓടണം കേസ് അവനെ കൊല്ലാൻ. പിന്നെ അവനെ കിട്ടുന്നില്ല. എന്നിട്ട് അവൻ്റെ പുറകെ ഓടി അവസാനം അവനെ കാണാനില്ല. അത് കഴിഞ്ഞ് ഇവിടെ നോക്കാരം അവൻ ഇവിടെ നിൽക്കണം. അപ്പോൾ അവനെ നേരെ ടീമേറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ അവൻ മറ്റേ ക്യാരക്ടറൊക്കെ കിട്ടുന്നു, മറ്റേ ചക്കക്കുരു പോലത്തെ. അപ്പോൾ എന്നാലും അവനെയും കൊന്നിട്ട് നേരെ നമ്മൾ ഇവിടുന്ന് വലിയാനുള്ള പ്ലാനാണ് കേസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോൾ എടുത്ത് നിൽക്കണം. അപ്പോൾ അവനെയും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും 2 കില്ല് ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഇവനെയും കൂടി ഫിനിഷ് ആക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തായിട്ട് വന്നു കേസ്. ഇപ്പുറത്തായിട്ട് വന്നപ്പോൾ ഇവിടെ 2 പേരുണ്ടായിരുന്നു. നേരെ നമ്മൾ അമ്മാരെ കൊല്ലാൻ പറ്റും നോക്കുന്നു കേസ്. അപ്പോൾ എന്നാലും ചാടി ഓടി ചെന്നപ്പോൾ തന്നെ ഒരുത്തൻ ഇവിടെ നിൽക്കണം. അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ച് നോക്കിയിട്ട് ചുളുവിനെ അങ്ങ് കില്ല് കിട്ടിയിട്ടുണ്ട്. എന്നാലും കൊള്ളാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ നോക്കാൻ നമ്മൾ ടീമേറ്റ് എടുത്തിട്ടുണ്ട് അവനെ. അപ്പോൾ എന്നാലും ഇപ്പോൾ തന്നെ നമുക്ക് 3 കില്ലായിട്ടുണ്ട് കേസ്. അപ്പം മാക്സിമം വീഡിയോ ഒന്ന് ഹൈപ്പാക്കി വിടാൻ മറക്കില്ല. നമ്മളപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന എന്തെങ്കിലും സീനുണ്ടെന്ന് ക്ഷമിക്കുക കേസ്. അപ്പോൾ എനിക്ക് വലുതായിട്ട് വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ വീഡിയോ അറിയത്തില്ല. പിന്നെ അപ്പോൾ എന്നെ നല്ല പാടാണ് കേസ്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ഇടുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ എന്നാലും സപ്പോർട്ട് ചെയ്യണം, അത്ര നല്ലതായിരിക്കും. നമ്മളപ്പോൾ എങ്ങനെയാളും ഇവന്മാരെ വുഡ്പെക്കർ എടുത്തിട്ടുണ്ട്. വുഡ്പെക്കർ എടുത്ത് കഴിഞ്ഞാൽ ഇനി സെറ്റാന്നൊക്കെ പറഞ്ഞ് നിൽക്കണം കേസ്. അപ്പോൾ വുഡ്പെക്കറിനെ അടിക്കാൻ പറ്റിയാൽ മതി. അതിന് മുമ്പ് ഞാൻ ചാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നോക്കാം ഈ ലാൻഡ് മൈനിൽ കൊണ്ട് ഇപ്പം തന്നെ ഞാൻ ചത്തനെ എന്തോ വായതിൻ്റെ രക്ഷപ്പെട്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇപ്പുറത്ത് നോക്കാനും ദൈവം ചാടി വന്നു. അപ്പോൾ നമ്മളങ്ങനെ ചാടി അവനങ്ങ് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീമേറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ വിഷയമില്ല. ടീമേറ്റ് നേരെ പൊക്കി വിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഗ്ലൂ ഇട്ടിട്ട് നേരെ ഇവിടെ നിന്ന് മെഡ് അടിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ് കേസ്. അപ്പോൾ നമ്മൾ ടീമേറ്റിന് ഒരാൾ കൊന്നായിരുന്നു. അപ്പോൾ എന്നാൽ പൊക്കി വിട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നോക്കാനും നമ്മുടെ ടീമേറ്റ് അവനെടുത്ത് അങ്ങ് ടീം അങ്ങ് തീർന്നിട്ടുണ്ട് കേസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നോക്കാനും വേറൊരുത്തൻ്റെ അപ്പുറത്തുനിന്ന് അടിക്കണം. അപ്പോൾ എന്നാലും അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ. അവനെ കൊന്നില്ലെങ്കിൽ നമ്മൾ മിക്കവാറും ഇവിടുന്ന് പടാവാൻ ചാൻസ് ഉണ്ട് അവൻ്റെ ടീമേറ്റ് മൊത്തം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്നാലും നമ്മൾ ചാടി ഓടി അവനെ കൊല്ലാൻ വേണ്ടി പോവാണ് കേസ്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കി നോക്കാം അവനെ കൊല്ലാൻ പറ്റുന്നത്. അപ്പോൾ ഈ കളി ബൂയി അടിക്കാൻ പറ്റുന്ന സെറ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കാത്ത എല്ലാവരും ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്ത് കാണാൻ നോക്കി നമുക്ക് കേസ്. അപ്പോൾ ഇതുപോലത്തെ കിടിലം പോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ എടുത്തിട്ട് ഭയങ്കര ഷോക്കാണെന്നാണ് ഈ തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. വോയിസ് ഓവർ കുഴപ്പമുണ്ടോ? എനിക്ക് വലുതായിട്ട് ഇങ്ങനെ വോയിസ് ഓവർ എടുത്ത് വീഡിയോ അറിയാമല്ല, അത് വേറെ കാര്യം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മളിവിടുന്ന് തമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം കേസ്. അപ്പോൾ എന്നാലും നമ്മളിവിടുന്ന് നേരെ വണ്ടി ഇവിടെ ലാൻഡ് ചെയ്തിട്ടപ്പോൾ തന്നെ എനിമി വന്നു. അപ്പോൾ അവന്മാരെ കൊന്നിട്ട് ഇനി തമ്മിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത്
അവന്മാരെ കൊല്ലാൻ പറ്റുമെന്ന് നോക്കുകയാണ്. കൊല്ലാൻ വന്നിട്ടാണ് അവന്മാരെ കാണുന്നില്ല. അവസാനം നമ്മൾ ഇവിടെ നോക്കാറുണ്ട് വെളിയിലായിട്ട് നിൽക്കണം. അപ്പോൾ അവനെ നേരെ നമ്മൾ ടീമേറ്റ് അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കില്ല് ഫിനിഷായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ നേരെ വണ്ടിക്കയുടെ മണ്ടയിൽ കയറിയിട്ട് ഒരു തമ്മിൽ കിട്ടുമെന്ന് നോക്കണം ഗൈസ്. അപ്പോൾ എന്നാളും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ കിട്ടുവാണെങ്കിൽ സെറ്റായിരിക്കും. അപ്പോൾ ഗ്ലൂ ഇട്ട് നമ്മൾ അവിടെ അടയ്ക്കുകയും ചെയ്തു. എന്നാളും ഇവിടെ നോക്കാനും കിടിലം പോലത്തെ ഒരു തമ്മിൽ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്നാളും ഇത് നൈസായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പം നമ്മൾ ഇവിടുന്ന് തമ്മിലൊക്കെ എടുത്തിട്ട് നേരെ ഇവിടെ ആയിട്ട് വന്നപ്പോഴത്തേനും അവിടെ ആയിട്ട് എനിമി നിൽക്കണം. അപ്പോൾ അവനെ നേരെ ഡാം കൊടുക്കാൻ നോക്കി നടന്നില്ല. അവസാനം നമ്മൾ തീയൊക്കെ ഇട്ടിട്ട് റഷ് ചെയ്ത് അങ്ങ് ചെല്ലുവാണ് ഗീസ്. അപ്പോൾ തീയൊന്നും പറയാനില്ല, വിഷയം തന്നെ. അപ്പോൾ ഈ അടുത്തതിന് തീ ക്യാരക്ടർ ഇട്ടൊരു ഗെയിം പ്ലേ കളിക്കണം ഗീസ്. അപ്പം ഇവനെ നോക്കാൻ അവിടെ ചെന്നപ്പോൾ തീ നിന്ന്. എന്നാൾ നമ്മുടെ ടീമേറ്റിനെ അവിടെ നോക്കാക്കി ഗീസ്. പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാം നോക്കി അടിക്കാൻ പറ്റില്ല ഗീസ്. അപ്പോൾ എന്നാൾ അവനെ കൊന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീമേറ്റ് നോക്കായി പോയായിരുന്നു. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ടീമിനെ പൊക്കാൻ പോകണം ഗീസ്. അപ്പം അപ്പുറത്തായിട്ട് ഒരുത്തനുണ്ട്, അവനെ നമ്മുടെ വൈറ്റ് ബൈ എടുക്കുമെന്ന് പറഞ്ഞ് നേരെ പോയിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നാൾ നമ്മൾ ടീമിനെ പൊക്കിയിടാനുള്ള പ്ലാനാണെങ്കിൽ നമ്മൾ ഓടുവാണ് ഗീസ്. അപ്പം എന്നാലും ടീമിനെ അത് കഴിഞ്ഞ് നമ്മൾ ടീമേറ്റ് പൊക്കി വിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പകരം വൈറ്റ് വേ അവനെ എടുക്കുകയും ചെയ്തു. എന്നാലും അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു തമ്മിൽ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ഇതിലെ ചാടി കയറി നമ്മൾ പൊക്കത്ത് പോയിട്ടൊരു തമ്മിൽ കിട്ടുമെന്ന് നോക്കി. അപ്പോൾ എന്നാലും നമ്മളിതിൻ്റെ മണ്ടേ കയറി. അപ്പോൾ ഇനി ഇതിന് കസേരയും പോട്ടെ ഈ സോഫയിലിരുന്ന് ഒരു തമ്മിൽ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എന്നാലും നമ്മളിവിടെ ഇരുന്ന് ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നോക്കാറാണെങ്കിൽ എല്ലാവരും കയറി വന്നിട്ട് ലാസ്റ്റിന് ഒരാളൂടി വരാനുണ്ട്. അപ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ തമ്മിലെടുക്കാൻ പറ്റും നോക്കാം ഗീസ്. അപ്പോൾ മുസാംബായാണ് അവിടെ കിടന്ന് ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ ഇരുന്ന് തമ്മിൽ കിട്ടുമോ നോക്കണം ഗീസ്. അപ്പോൾ നടക്കുമോ എന്നറിയത്തില്ല. അപ്പം നമ്മൾ ആദ്യത്തെ തമ്മിൽ എന്നാന്ന് തോന്നി ഗീസ് നല്ലത്. അപ്പോൾ എന്നാലും ഇത് ഒരു ഗുമ്മായിട്ട് എനിക്ക് തോന്നണില്ല. അവസാനം നമ്മൾ ഇവിടെ നിന്നെല്ലാം ചാടി ഇവിടുന്ന് കുറച്ച് നേരം മാറി ഇരുന്നൊക്കെ നോക്കി. അവസാനം തമ്മിൽ ഇത് കിട്ടിയാലെന്ന് എനിക്ക് ഉറപ്പായി. ഇത് നൈസാണ്, പക്ഷേ എന്നാലും മറ്റേ ഫുള്ള് കിട്ടത്തില്ല. അപ്പോൾ നമുക്കൊരു എനിമി വന്നു ഗീസ്. അപ്പം എനിമീനെ അടിക്കാൻ വേണ്ടി നമ്മൾ ചാടി ചെന്നിട്ട് ഓറി ഇട്ടപ്പോൾ തന്നെ അവിടെ വേറെ കുറേ പേരുണ്ടായിരുന്നു ഗീസ്. അപ്പോൾ എന്നാൾ നമ്മളൊരു 2 അടി അടിച്ചപ്പോൾ നമ്മൾ ചത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൾ ഓറി ഉള്ളതുകൊണ്ട് പിന്നെ വിഷയമില്ല. നമ്മൾ നേരെ പൊക്കി വിട്ടിട്ട് നമ്മൾ ഒരുത്തന്നെ നെക്കി അങ്ങ് പിടിച്ച് നോക്കിടാൻ നോക്കി നടന്നില്ല. അവസാനം അവനെ ചാടി അങ്ങ് നെക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാളും കുഴപ്പമില്ല. അപ്പോൾ ഒരുത്തൻ്റെ ഇവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ ടീമേറ്റ് എല്ലാവരും ചത്ത്. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്തില്ല. അപ്പോൾ എന്നാൾ നമ്മളെ പൊക്കുമെന്ന് നോക്കാം. പൊക്കിയാൽ സെറ്റായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ട് പൊക്കാൻ വരുന്നുണ്ട് ഗീസ്. അപ്പോൾ എന്നാളും പൊക്കുവാണെങ്കിൽ സെറ്റായിരിക്കും. നമ്മളെ ലൈഫാണെങ്കിൽ കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ നോക്കാൻ നമ്മളൊന്ന് പൊക്കിയിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നാളും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മെഡൊക്കെ അടിച്ച് സെറ്റായിട്ട് ഇനി അടിക്കാനുള്ള പ്ലാനാണ് ഗീസ്. അല്ലെങ്കിൽ വെറുതെ ചാവാൻ ചാൻസ് ഉണ്ട്. വെറുതെ എന്തിനാ കിഴപ്പ് കാണിച്ച് ചാവണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് താഴത്തായിട്ട് എനിമിയുണ്ട്. താഴത്തല്ല പുറത്തായിട്ട് എനിമിയുണ്ട്. അപ്പോൾ അവന്മാരെ കൊന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാൻ നമ്മുടെ ടീമേറ്റ് എടുത്തിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നാളും ഇനിയിപ്പോൾ വിഷയമില്ല. ഇനിയിപ്പം ഇത്രയും പെട്ടി കണ്ടില്ല ഗീസ്. അപ്പോൾ ഇവിടെ ഫുള്ള് നമ്മുടെ പെട്ടിയാണ് ഗീസ്. അപ്പോൾ എന്നാളും ഇവിടെ വന്നപ്പോൾ നമ്മുടെ ടീം എടുത്തിട്ടുണ്ട്. നേരെ അവനെ നെക്കി പിടിച്ച് അങ്ങനെ ഫിനിഷ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീക്ക് ഫുള്ള് നമ്മുടെ പെട്ടിയാണ് ഗീസ്. അപ്പോൾ ഒന്നും പറയാനില്ല, വിഷയമായിട്ടുണ്ട്. പീക്ക് നമ്മൾ കൈയടക്കി. അവസാനം ഇനിയിപ്പം ബൂയാണ് കേസ് ലക്ഷ്യം. ബൂയി അടിക്കുവാണെങ്കിൽ അതിലും വിഷയമായിരിക്കും. നമുക്ക് നോക്കി നോക്കാം മാക്സിമം ബൂയി അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമ്മൾ പോയി കഴിഞ്ഞ് നോക്കാം. ഇവിടെ ആയിട്ട് നമ്മൾ വന്നു. ഇവിടെ ആയിട്ട് വന്നപ്പോൾ നമ്മുടെ ടീമിന് ഇപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നൊക്കെ അടിക്കണം കേസ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുത്തിന് അടിക്കണുണ്ടായിരുന്നു. അപ്പോൾ അവനെ നേരെ തലയിൽ വെച്ച് അടിക്കാൻ നോക്കി നടന്നില്ല. അവസാനം പിന്നെ ഹെഡ് കയറി അവനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇവിടെ ആയിട്ടാണെങ്കിൽ ഒരുത്തൻ ഓടിപ്പോകുന്നു കേസ്. അപ്പോൾ അവനെ വൺ ടാപ്പ് അടിക്കാൻ നോക്കി ഒന്നും കയറുന്നില്ല കേസ്. അപ്പോൾ എന്നാലും വേറൊരുത്തിനോട് അനങ്ങാണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു. അവനിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഡാമേജ് കൊടുത്ത് നമ്മൾ നേരെ ഓടിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് AWM ഒരു ഷോട്ടും കിട്ടി. അപ്പോൾ നമ്മൾ ഓടി ഇവിടെ വന്നപ്പം നോക്കാൻ നമ്മുടെ ടീമേറ്റ് നോക്കിയിട്ട് വിളിക്കണം. അപ്പോൾ നേരെ നമ്മൾ ഇത് പൊക്കി വിടാൻ പറ്റും നോക്കാം. TV ഉള്ളതുകൊണ്ട് പിന്നെ വിഷയമില്ല. നമ്മൾ നേരെ പൊക്കി വിട്ടിട്ട് നേരെ അവന്മാരെ അടിക്കാൻ പറ്റുമെന്ന് നോക്കണം കേസ്. അപ്പോൾ എന്നാലും ചാടിച്ച് ആ ഗ്ലൂ പൊട്ടിച്ച് നേരെ ഓടി വിട്ടപ്പോൾ തന്നെ അവന്മാർ ടച്ച് ഓടി കേസ്. അപ്പം അവന്മാരെ നെക്കി പിടിച്ച് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്നാലും കുറച്ച് നാമം എടുത്ത് നടന്നില്ല കേസ്. അപ്പോൾ അവസാനം ലാസ്റ്റിന് ഒരുത്തിനൂടെ ഉണ്ട്, അവൻ ഓടിപ്പോകുന്നു കേസ്. അപ്പോൾ അവനെയും കൂടി അങ്ങ് നെക്കി പിടിച്ച് ആ ടീം അങ്ങ് വൈപ്പായി കേസ്. അപ്പോൾ എന്നാലും കൊള്ളാം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേസ്. അപ്പോൾ ഈ കളി കൊള്ളാം കേട്ടോ കേസ്. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുറകെ കൂടി ഒരുത്തും പൊക്കാനായിട്ട് ഓടണം. അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുക്കുകയാണെങ്കിൽ അവൻ പൊക്കി വിട്ട് കേസ്. അപ്പോൾ എന്നാലും അവനെ കൊല്ലാൻ പറ്റുമെന്നൊക്കെ നടക്കണില്ല. അവസാനം നമ്മൾ പുറകെ ഓടുകയാണ് കേസ് അവനെ കൊല്ലാനുള്ള തന്ത്രപ്പാടി. അപ്പോൾ അവനാണെങ്കിൽ ഓടി എവിടെ നിന്നൊക്കെയോ രക്ഷപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നിൽക്കണം. അപ്പോൾ എന്നാലും നെക്കി പിടിച്ച് കുറച്ച് അവിടുത്തെ ചാവുന്നില്ല കേസ്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ നെക്കി പിടിച്ച് അവനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇത്ര ഓടിച്ചില്ല. 2 ഇമോട്ട് കൂടി കൊടുക്കുന്ന നേരെ നമ്മളവനെ ഫിനിഷാക്കി വിട്ട് കഴിഞ്ഞ് അകത്തായിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ ആയിട്ട് ഒരുത്തം നിൽക്കണം. അപ്പോൾ അവനെ നേരം ചാടിച്ചെന്ന് അടിക്കാൻ പറ്റുമെന്ന് നോക്കണം കേസ്. അപ്പോൾ അവനാണെങ്കിൽ നേരെ നോക്കാൻ നമ്മളെ റഷ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്നാലും അവനെ ചാടിച്ചെന്ന് അടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ടീമേറ്റ് അവനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും കൊള്ളാം. അപ്പോൾ ഇവിടെ നമ്മൾ പീക്ക് നമ്മൾ എന്നാലും ഭരിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ചാനൽ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്നാലും മാക്സിമം ഹൈപ്പൊക്കെ ചെയ്ത് വിടാൻ മറക്കല്ലേ. അപ്പോൾ ഈ എന്നാളും എന്നുള്ളത് കേസ് ഓട്ടോമാറ്റിക് ഇടുക തന്നെയാണ്. നിങ്ങൾ കമൻറ്റ് വരുമെന്ന് എനിക്കറിയാം. ഈ എന്നാളും ഒരു 100 വട്ടം വന്നെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നാളും അത് എന്നാളും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല കേസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം കേസ്. ഇപ്പോൾ എന്നാളും പറയണത് പിന്നെ ഗേസ് പറയണതെല്ലാം നമ്മൾ കുറയ്ക്കാൻ നോക്കുന്നുണ്ട് കേസ്. അപ്പോൾ എന്നാളും ഇത് പറ്റുന്നില്ല കേട്ടോ കേസ്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കി നോക്കാം. അപ്പം മാക്സിമം നമ്മൾ അടുത്ത വീഡിയോ അത് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കണം കേസ്. അപ്പോൾ ഈ എന്നാളുള്ളത് കിട്ടുന്നില്ല കേസ്. അപ്പം ഒക്കെ കഴിഞ്ഞ് സോൺ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ചാടി ഓടി വെളിയിലോട്ട് വരുവാണ്. അപ്പോൾ എന്നാളും നമ്മൾ ടീമേറ്റ് ഇവിടെ എല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ ഒരു വണ്ടി കിട്ടുവാണെങ്കിൽ സെറ്റായിരിക്കും. അല്ല വണ്ടി കിട്ടിയിട്ട് കാര്യമില്ല, നമ്മുടെ ഈ വണ്ടി സ്കില്ലില്ല കേസ്. അപ്പോൾ എന്നാളും നമ്മൾ കൊല്ലാൻ പറ്റും നോക്കാം ഇനി മാക്സിമം ഉള്ളവന്മാരല്ല. അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്നെല്ലാം നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് മറ്റേ ലൂട്ട് ചുമ്മാ എന്നാലും ടോക്കൺ ഉണ്ട്. അപ്പോൾ ഇനി എന്നാലും പൊക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരെ അതിനകത്ത് പോയിട്ട് ടോക്കൺ വെച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റും നോക്കുകയാണ് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ ഈ എന്നാളിലൊക്കെ നമ്മൾ കുറയ്ക്കാൻ നോക്കുന്നുണ്ട് കേസ്. അപ്പോൾ ഇതെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ല. ഈ എന്നാളും പറയണം. അപ്പോൾ നിങ്ങൾക്ക് കേട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഷോക്ക് ഉണ്ടെങ്കിൽ
പറയാൻ മറക്കല്ലേ. അപ്പോൾ എന്നാലും നമ്മൾ മാക്സിമം അത് മാറ്റുന്നതാണ്. അപ്പം അതോ ഇത് നല്ലതാണെങ്കിൽ അത് കമൻ്റ് ഇടാൻ മറക്കല്ലേ. അപ്പം നമ്മൾ മാക്സിമം അത് ഉൾപ്പെടുത്താനും നോക്കാം. അപ്പോൾ എന്നാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന കേസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കേസ് ഒരു റെഡ് ഹാർട്ട് ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു നന്ദി. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, ഇനിയിപ്പം 13 പേരുണ്ട് നമ്മളെ കൂട്ടാണ്ട് കേസ്, നമ്മളെ കൂട്ടാണ്ടല്ലേ നമ്മളെ ഉൾപ്പെടെ. അപ്പം ഇപ്പോൾ 11 ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ മാക്സിമം ബൂയി അടിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേസ്. അപ്പോൾ ബൂയി അടിക്കാൻ പറ്റുവാണെങ്കിൽ സെറ്റായിരിക്കും. വട്ടത്തിൽ പെട്ട് മൂഞ്ചി പോയിരുന്നാൽ മതിയാണ്. അപ്പോൾ കേസ് നമ്മൾ താഴത്തായിട്ട് എനിമീസ് കുറേ ഉണ്ട്. അപ്പോൾ അവന്മാരെ അടിക്കാൻ പറ്റുമെന്ന് നോക്കണം കേസ്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം, അവന്മാരെ എടുക്കാൻ പറ്റുവാണെങ്കിൽ സെറ്റായിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് മാക്സിമം ഇതുപോലത്തെ വെർപ്പിക്കൽ സീരീസ് എന്ന് പറഞ്ഞ് കുറേ എണ്ണം നമ്മൾ ഇറക്കാൻ നോക്കാം കേസ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട കേസ് കൂടാൻ മറക്കല്ലേ. അപ്പോൾ നോക്കാം, അവനൊക്കെ മറ്റേ ക്യാരക്ടറല്ല പെറ്റിൻ്റെ സ്കിന്നുണ്ട് കേസ്. അപ്പോൾ സ്കില്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എയിം കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് നോക്കാം താഴത്തായിട്ട് മുട്ടൻ ഫൈറ്റ്. ഞാൻ ഓർത്ത് ഇവിടെ എനിമി ഉണ്ടെന്ന്, ഇവിടെ എനിമി ഇല്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നോക്കാൻ മറ്റേ ഇതൊക്കെ വിട്ട് അവന്മാരെ കൊല്ലാൻ നോക്കണം കേസ്. അപ്പോൾ കുമ്മം കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കടിച്ചപ്പം ഒരെണ്ണം കുമ്മം കിട്ടി കേസ്. അപ്പോൾ 49 നമുക്ക് നേരെ കിട്ടിയിട്ടുണ്ട്. ആ കില്ലങ്ങ് അപ്പം തന്നെ ഫിനിഷാക്കിയും വിട്ടു. അതൊക്കെ കഴിഞ്ഞ് നോക്കാൻ ഒരു റെഡ് ക്രിമിനൽ നമ്മൾ ലോബി വെച്ച് കണ്ട. അപ്പോൾ അവനെ നമ്മൾ ടീമേറ്റ് SG ഫ്ലെയിം ബൈ അങ്ങ് എടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും കൊള്ളാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ബാക്കിയുള്ളവന്മാരെ. അപ്പം നോക്കാനാണ് നമ്മളെ പ്ലക്കി വിട്ട് കേസ് വട്ടം കിട്ടും. അപ്പോൾ എന്നാണ് നമ്മുടെ ടീമേറ്റ് തീവ വെച്ച് പെട്ടെന്ന് പൊക്കി അങ്ങ് വിട്ടു. അപ്പോൾ നമ്മൾ നേരെ വട്ടങ്ങൾ വിട്ടിട്ട് മെഡ് അടിക്കാനുള്ള പ്ലാനാണ് കേസ്. അപ്പോൾ മെഡ് അടിച്ചിട്ട് നേരെ ഇനി അടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നോക്കാം അവിടെ റഷൊക്കെ വരുന്നുണ്ട് കേസ്. അപ്പോൾ എന്നാലും അവനെ അടിക്കാൻ പറ്റും നോക്കും കേസ്. അവനെ അവിടെ നിൽപ്പുണ്ടാവും ഓപ്പണിങ്. അപ്പോൾ എന്നിട്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ കൊല്ലാൻ പറ്റില്ല കേസ്. അപ്പോൾ എന്നാൽ 7 ഇല കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റൊക്കെ നോക്കാവുന്നുണ്ട്. പക്ഷേ തീവ ഉള്ളതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പൊക്കി വിടുന്നുണ്ട്. അപ്പം അതിലെങ്കിൽ ഇവിടെ തന്നെ പൊക്കി ചാടി ഓടി വന്നു കേസ്. അപ്പോൾ അവന് നേരെ കുറച്ച് ഡാമേജ് കൊടുത്ത് നേരെ നമ്മൾ ബാക്കോട്ട് വലിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചാവാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ എന്തിനാണ് നമ്മൾ ചാവണേ. അപ്പോൾ നോക്കാറ് നമ്മൾ ബാക്ക് വലിഞ്ഞിട്ട് നേരെ മെഡൊക്കെ അടിച്ചിട്ട് മെഡൊക്കെ ഫുള്ളായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് ഓടി പോകാൻ നോക്കണം. അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ച് പോകുമ്പോൾ നമ്മുടെ ടീമേറ്റ് വണ്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ച് ആ നോക്കം എടുത്തിട്ട് ഇനി അപ്പോൾ ഒരുത്തനും കൂടി ഉള്ളൂ. അപ്പോൾ അവനെയും കൂടി എടുത്താൽ നമുക്ക് 11 കില്ല അങ്ങനെ ബൂയി അടിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ ചാനൽ അഭിയാനം മറക്കില്ല. അപ്പോൾ അവൻ്റെ നേരെ ഒരു 1 ടാപ്പ് എടുക്കാൻ നോക്കി. അപ്പോൾ 1 ടാപ്പ് കയറി അവനെ കൊന്നിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ ബൂയി അടിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കേസ് ലൈക്ക് അടിക്കാനും ചാനൽ അഭിയാനം മറക്കില്ല കേസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇനി വേണമെന്ന് കേസ് കമൻറ്റ് ഇടാൻ മറക്കില്ല. അടുത്ത് ഏത് ക്യാരക്ടർ വേണമെന്ന് കൂടി കമൻറ്റ് ഇടാനും മറക്കില്ല. അപ്പോൾ നമ്മൾ മാസ്റ്റർ 4 സ്റ്റാർ ആയിരുന്നു. അപ്പോൾ 86 പ്ലസും കിട്ടി കേസ്. അപ്പോൾ അടുത്ത് പഠിക്കണം കേസ്. ടാറ്റ ബൈ ബൈ.